ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റായ ഹ്യൂമൻ റൈറ്റ്സ് കോൺസെപ്റ്റ് ആൻഡ് ഇവല്യൂഷൻ എന്ന ഭാഗമാണ്. ഇനി എല്ലാവരും ആദ്യത്തെ ഹെഡിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് കോൺസെപ്റ്റ് മനുഷ്യാവകാശം എന്ന ആശയത്തെ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലോകത്ത് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് തുല്യ മഹത്വത്തോടു കൂടിയും തുല്യമായ അവകാശങ്ങളോടും കൂടിയുമാണ്. ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശം നിലനിൽക്കുന്നത്. എന്താണ് മനുഷ്യാവകാശം? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലോ മനുഷ്യാവകാശം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ വേണ്ട പ്രകൃതി നൽകുന്ന ചില അവകാശങ്ങളാണ് മനുഷ്യാവകാശം. അതായത് ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ചില അവകാശങ്ങൾക്കാണ് നമ്മൾ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, മനുഷ്യന് മനുഷ്യനായല്ല നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യനെ പലപ്പോഴും മൃഗത്തെക്കാളും മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അടിമ വ്യവസ്ഥയിൽ ഉടമ അടിമകളെ ട്രീറ്റ് ചെയ്തിരുന്നത് മൃഗത്തെക്കാളും മോശമായിട്ടാണ്. ജാതി വ്യവസ്ഥയിൽ മേൽജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ ട്രീറ്റ് ചെയ്തിരുന്നത് ഇതിനേക്കാളും മോശമായിട്ടാണ്. അതുപോലെ തന്നെ വെളുത്ത വർഗ്ഗക്കാർ കറുത്ത വർഗ്ഗക്കാരെ കണ്ടിരുന്നത് വളരെ മോശം കാഴ്ചപ്പാടിലൂടെയാണ്. അവർ മൃഗത്തെക്കാളും മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ കറുത്ത വർഗ്ഗക്കാർ നേരിട്ടിട്ടുണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനൊപ്പം മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ചില അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അതായത് ഒരു മനുഷ്യന് പുരോഗതി നേടണം എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യാവകാശങ്ങൾ വേണം. ഉദാഹരണത്തിന് മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു അവകാശമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരു രാജ്യത്ത് ഒരു നല്ല എഴുത്തുകാരനുണ്ടാവില്ല, ഒരു നല്ല പ്രാസംഗികനുണ്ടാവില്ല, ഒരു നല്ല ചിത്രകാരനുണ്ടാവില്ല. ഇനി ഈ മനുഷ്യാവകാശങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില രാജ്യങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ എന്നാണ് പറയുന്നത്. ചില രാജ്യങ്ങളിൽ ഇതിനെ ബർത്ത് റൈറ്റ് ജന്മാവകാശം എന്ന് പറയുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ബേസിക് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചിലയിടത്ത് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സിന് പല പേരുകൾ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ബേസിക് റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും മനുഷ്യാവകാശങ്ങൾ അറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരിലാണ്. എന്നാൽ ബ്രിട്ടനിലൊക്കെ ഇത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ റൈറ്റ്സ് ഇതിനെക്കുറിച്ച് ചിലർ പറയാറുണ്ട്. എന്താണ് നാച്ചുറൽ റൈറ്റ്സ്? മനുഷ്യാവകാശത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യാവകാശങ്ങൾ മനുഷ്യന് പ്രകൃതി നൽകുന്ന അവകാശങ്ങളാണ്. അതായത് മനുഷ്യന് ജനിച്ച അന്ന് മുതൽ മനുഷ്യന് പ്രകൃതി ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള അവകാശങ്ങളെ നാച്ചുറൽ റൈറ്റ്സ് എന്നാണ് ചില പണ്ഡിതന്മാർ വിളിച്ചത്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് കടക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനുഷ്യാവകാശത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത മനുഷ്യന് ജന്മം കൊണ്ട് ലഭിക്കുന്ന അവനിൽ നിന്നും എടുത്ത് മാറ്റാൻ കഴിയാത്ത ചില അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അതായത് മനുഷ്യാവകാശങ്ങൾ മനുഷ്യന് ജനിച്ചപ്പോൾ തന്നെ ലഭിക്കുന്ന അവകാശങ്ങളാണ്. അത് ഒരിക്കലും മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത ചില അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് മനുഷ്യന് സമൂഹത്തിൽ അതിജീവിക്കാൻ ആവശ്യമായ അവകാശങ്ങളാണിവ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ചില അവകാശങ്ങളെയാണ് നമ്മൾ മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തത് മനുഷ്യാവകാശങ്ങൾ സാർവത്രികമാണ്. മനുഷ്യാവകാശങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അത്
ഓരോ രാജ്യങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നു ഇല്ലേ? ചിലയിടത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും, ചിലയിടത്ത് ബേസിക് റൈറ്റ്, ചിലയിടത്ത് ബെർത്ത് റൈറ്റ്, ചിലയിടത്ത് നാച്ചുറൽ റൈറ്റ്, ഇങ്ങനെയുള്ള പല പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്നാണ് മനുഷ്യാവകാശം സാർവത്രികമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത്, മനുഷ്യാവകാശം മനുഷ്യന്റെ പുരോഗതിക്ക് അത്യാവശ്യം വേണ്ട അവകാശങ്ങളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഇല്ലാത്തൊരു, ആ അവകാശങ്ങളില്ലാത്തൊരു സ്ഥലത്ത് ഒരു നല്ല എഴുത്തുകാരനോ അല്ലെങ്കിൽ നല്ലൊരു ചിത്രകാരനോ വളരാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട അവകാശങ്ങളെയാണ് നമ്മൾ മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കാറുള്ളത്. അഞ്ചാമത്തത്, മനുഷ്യന് പ്രകൃതി നൽകുന്ന പ്രകൃതിദത്തമായ ചില അവകാശങ്ങളാണിത്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രകൃതി നൽകുന്ന ചില അവകാശങ്ങളാണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ആറാമത്തത്, മനുഷ്യാവകാശങ്ങൾ ചലനാത്മകവും പരിണാമത്തിന് വിധേയവുമാണ്. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല അവകാശങ്ങളും മുൻപുണ്ടായിരുന്നില്ല. അത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് പരിശ്രമത്തിലൂടെയും ആണ് നമ്മൾ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുത്തത്. അപ്പോൾ പഴയ തലമുറ അനുഭവിക്കാത്ത പല അവകാശങ്ങളും നമ്മുടെ ഇന്നുള്ള തലമുറ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ ചലനാത്മകവും പരിണാമത്തിന് വിധേയവും ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്ന് ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും മൗലികാവകാശമായി മാറിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, മനുഷ്യാവകാശങ്ങൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പരിണാമത്തിന് വിധേയമാകുന്ന ചില അവകാശങ്ങളാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഭരണകൂടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര ഏജൻസിയോ സംരക്ഷിക്കുന്ന ചില അവകാശങ്ങൾ കൂടിയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് കടക്കാം. ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തിൻ്റെ പരിണാമം. ഇനി നമ്മൾ പറയുന്നത് മനുഷ്യാവകാശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. ഒറിജിൻ. മനുഷ്യാവകാശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് മനുഷ്യാവകാശത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, മതപാരമ്പര്യത്തിൽ നിന്നാണ് മനുഷ്യാവകാശം ഉണ്ടായത്. മനുഷ്യാവകാശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ അഭിപ്രായം, മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം ജ്ഞാനോദയ കാലഘട്ടത്തിലാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അതായത് 17-18 നൂറ്റാണ്ടിൽ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചിന്താ പദ്ധതിയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് ജ്ഞാനോദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചിന്തകന്മാർ വന്നു. ഈ ചിന്തകന്മാരുടെ ഒക്കെ പ്രത്യേകത, അവർ ശാസ്ത്രബോധത്തിനും ശാസ്ത്രത്തിനും വലിയ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ ദൈവത്തിനേക്കാളും വലിയ സ്ഥാനം മനുഷ്യന് നൽകി. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മാനവിക വിഷയങ്ങളെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം ജ്ഞാനോദയ കാലഘട്ടത്തിലാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം ബാബിലോണിയൻ രാജാവായ ഹമുറാബി കൊണ്ടുവന്ന നിയമത്തിൽ നിന്നാണെന്ന് പറയുന്നവരുണ്ട്. ഹമുറാബിയുടെ നിയമങ്ങൾ കോഡ് ഓഫ് ഹമുറാബി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹമുറാബിയുടെ നിയമത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഇതായിരുന്നു ഹമുറാബിയുടെ നിയമം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയമത്തിൽ നിന്നാണ് മനുഷ്യന്റെ അവകാശങ്ങളുടെ തുടക്കം എന്ന് പറയുന്നവരും ഉണ്ട്. മനുഷ്യാവകാശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ലോ ഓഫ് നേച്ചറും അതുപോലെ തന്നെ സ്റ്റോയിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗ്രീക്ക് ഫിലോസഫറായ സെനോയുടെ അനുയായികളായിരുന്നു സ്റ്റോയിക്സ്. അവർ വിശ്വസിച്ചത് മനുഷ്യന് പ്രകൃതി നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ അവർ ലോ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ നിയമങ്ങൾ എന്നുള്ള പേരിലാണ് അവർ വിളിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം എന്നും ചിലർ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് കടക്കാം. അടുത്ത ഏരിയ നാച്ചുറൽ റൈറ്റ് തിയറി. നാച്ചുറൽ റൈറ്റ് തിയറിയുടെ വക്താക്കൾ പറയുന്നത് മനുഷ്യന് പ്രകൃതി ചില അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്നാണ്.
തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ എന്നിവരാണ് ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താക്കൾ. ഇതിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ജോൺ ലോക്കിന്റെ അഭിപ്രായമാണ്. ജോൺ ലോക്ക് പറയുന്നത് മനുഷ്യ സമൂഹം ഉണ്ടാകുന്നതിനു മുമ്പ്, രാഷ്ട്രം ഉണ്ടാകുന്നതിനു മുമ്പ് മനുഷ്യന് ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെ ജോൺ ലോക്ക് വിളിച്ചത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നാണ്. ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ മനുഷ്യന് ഒരുപാട് അവകാശങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു. സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ മനുഷ്യന്റെ മേലിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഒരു നിയന്ത്രണവും ഇല്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് ഒരുപാട് അവകാശങ്ങളോട് കൂടിയാണ് മനുഷ്യന് എവിടെ ജീവിച്ചിരുന്നത്? സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ജീവിച്ചിരുന്നത് എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. എന്നാൽ എന്നാണോ സമൂഹം വന്നത്, എന്നാണോ രാഷ്ട്രം രൂപീകരിച്ചത്, അന്ന് മുതൽ മനുഷ്യന് ഈ പ്രകൃതി നൽകിയ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞു പോകുന്നത്. മനസ്സിലായോ? ഇതാണ് അദ്ദേഹത്തിന്റെ നാച്ചുറൽ റൈറ്റ് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഫ്രഞ്ച് ചിന്തകനായ റൂസോയും ഇത്തരത്തിലുള്ള ഒരു ആശയത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും വലിയ പ്രാധാന്യം നൽകി. അദ്ദേഹവും പറയുന്നത് ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ മനുഷ്യന് പ്രകൃതി നൽകിയതാണ്. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും രൂപീകരണത്തോടുകൂടി മനുഷ്യന് എന്ത് നഷ്ടപ്പെട്ടു? അവൻ്റെ പ്രകൃതി നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ, അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആ അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? ഗോ ബാക്ക് ടു നേച്ചർ. നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്നാണ് റൂസോ പറഞ്ഞത്. അതായത് മനുഷ്യന് നഷ്ടപ്പെട്ട ആ അവകാശങ്ങൾ തിരിച്ചെടുക്കാൻ മനുഷ്യനോട് പ്രകൃതിയിലേക്ക് മടങ്ങാനാണ് റൂസോ പറഞ്ഞത്. അതുപോലെ തന്നെ തോമസ് ഹോബ്സ് തൻ്റെ നാച്ചുറൽ റൈറ്റ് തിയറി ലെവിയത്തൻ എന്ന് പറഞ്ഞ കൃതിയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഏരിയയിലേക്കാണ്. മനുഷ്യാവകാശത്തിൻ്റെ പുരോഗതി, മനുഷ്യാവകാശങ്ങളുടെ പുരോഗതി. നമ്മൾ ഇന്ന് ഒരുപാട് അവകാശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പുള്ള ഒരു തലമുറക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലാക്കിയ ഒരിക്കലും ഇല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല അവകാശങ്ങളും നമ്മുടെ മുൻപുള്ളൊരു തലമുറ അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ അവകാശങ്ങളൊക്കെ ഒരുപാട് പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയൊക്കെ ഫലമാണ്. ലോകത്ത് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ മനുഷ്യാവകാശങ്ങൾ എങ്ങനെയാണ് പുരോഗതി നേടിയതെന്നും മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ ആദ്യത്തെ ഘട്ടമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്ന കാർട്ട ഓഫ് 1215, 1215 മാഗ്ന കാർട്ടയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് ബ്രിട്ടനിൽ നടന്നൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. രണ്ടാമത്തത് മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ രണ്ടാമത്തെ ഘട്ടം ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കോൺട്രാക്ട് തിയറി, സാമൂഹ്യ കരാർ സിദ്ധാന്തങ്ങളുടെ സ്വാധീനം, അതും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്, മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ മറ്റൊരു പ്രധാന ഘട്ടമാണ് 1689 ബ്രിട്ടനിൽ നടന്ന ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. അതുപോലെ തന്നെ നാലാമത്തെ മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ നാലാമത്തെ ഘട്ടമായി കണക്കാക്കുന്നത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അഞ്ചാമത്തത് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് 1791 അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സും മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ പ്രധാന ഘട്ടമാണ്. മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ ആറാമത്തെ ഘട്ടമായി നമ്മൾ കണക്കാക്കുന്നത് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ 1789 ഫ്രാൻസിൽ നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഏഴാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബോൾഷെവിക് റവല്യൂഷൻ ഓഫ് റഷ്യ 1917 റഷ്യയിൽ നടന്ന വിപ്ലവം, പ്രത്യേകിച്ച് ബോൾഷെവിക് വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതും മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എട്ടാമത്തത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് UDHR, ഐക്യരാഷ്ട്രസഭ 1948 കൊണ്ടുവന്ന UDHRും മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തത് ഇന്റർനാഷണൽ കവണൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കരാറുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ.
കോൺസെപ്റ്റ് ആൻഡ് ഇവല്യൂഷൻ എന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ രണ്ടാം ഭാഗമാണ് മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ ആദ്യത്തെ ഘട്ടമായി കണക്കാക്കുന്നത് 1215 മേഗ്ന കാർട്ടയെയാണ്. ഇംഗ്ലണ്ടിലാണ് മേഗ്ന കാർട്ട എന്ന പ്രമാണം ഒപ്പുവെച്ചത്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു കരാറാണ് മേഗ്ന കാർട്ട. 1215 ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ജോൺ രാജാവാണ് ഈ പ്രമാണത്തിൽ ഒപ്പുവെച്ചത്. അതായത് ജോൺ രാജാവ് അത്ര തന്നെ ജനകീയനായിരുന്നില്ല. പ്രഭുക്കന്മാരുമായിട്ടൊക്കെ വളരെ പ്രശ്നത്തിലായിരുന്നു അദ്ദേഹം. ഈ സമയത്ത് ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പ്രഭുക്കന്മാർ നികുതി അടക്കാൻ വിസമ്മതിച്ചു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രഭുക്കന്മാരുമായി ഒരു കോംപ്രമൈസിന് തയ്യാറാവുകയും മേഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുകയും ചെയ്തത്. രാജാവിന്റെ അന്യായമായ പ്രവർത്തികളിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു മേഗ്ന കാർട്ടയിലെ പ്രധാന വിഷയം. അതുപോലെ തന്നെ പ്രഭുക്കന്മാരെ അന്യായമായ നികുതിയിൽ നിന്നും സംരക്ഷിക്കുക എന്നതും ഈ മേഗ്ന കാർട്ട എന്ന പ്രമാണത്തിന്റെ പ്രധാന വിഷയമാണ്. ഈ പ്രമാണത്തിൽ ഏകദേശം 63 വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാരെ അന്യായമായ ടാക്സിൽ നിന്ന് സംരക്ഷിക്കുക, ചില പൗരാവകാശങ്ങളും നിയമപരമായ അവകാശങ്ങളും ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രാജാവും പ്രഭുക്കന്മാരും തമ്മിൽ അധികാരം വിഭജിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കുപോക്ക് മാത്രമായിരുന്നു. ഇതുകൊണ്ട് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ലോകത്ത് ഒരു രാജാവ് ആദ്യമായിട്ട് തന്റെ പ്രഭുക്കന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ രണ്ടാമത്തെ ഘട്ടം, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ സ്വാധീനം. സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ അടിസ്ഥാനം നാച്ചുറൽ റൈറ്റ് തിയറിയാണ്. 16-17 നൂറ്റാണ്ടുകളിൽ വളരെ ജനകീയമായ ഒരു സിദ്ധാന്തമാണ് സാമൂഹ്യ കരാർ സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി. തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ജീൻ ജാക്കിസ് റൂസോ എന്നിവരായിരുന്നു ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ. അതായത് നമ്മൾ നാച്ചുറൽ റൈറ്റ് തിയറിയെ കുറിച്ച് പഠിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട തന്നെയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ആദ്യമായിട്ട് നമുക്ക് തോമസ് ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്താണെന്ന് നോക്കാം. തോമസ് ഹോബ്സ് 1651 ലെവിയത്തൻ എന്നൊരു ഗ്രന്ഥം എഴുതി. തോമസ് ഹോബ്സ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശങ്ങളും ആസ്വദിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ തോമസ് ഹോബ്സ് വിളിച്ചത് നേച്ചർ സ്റ്റേറ്റ് എന്നാണ്. പക്ഷേ മനുഷ്യൻ ഒരു സാമൂഹ്യ കരാറിലൂടെ, അതായത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ രാഷ്ട്രം അല്ലെങ്കിൽ കോമൺവെൽത്ത് രൂപീകരിച്ചു. ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയതിലൂടെ മനുഷ്യന് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ലഭിച്ചിരുന്ന എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടു. അതായത് രാഷ്ട്രം രൂപീകരിച്ചതോടുകൂടി ഈ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ തന്നെ എല്ലാം രാജാവിന്റെ മുന്നിൽ അവരെന്ത് ചെയ്തു, അടിയറ വെച്ചു എന്നാണ് തോമസ് ഹോബ്സ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. തോമസ് ഹോബ്സ് വിശ്വസിച്ചിരുന്നത് അബ്സല്യൂട്ട് മൊണാർക്കിയിലാണ്. അതായത് ഒരു ഏകാധിപത്യ ഭരണത്തിലാണ് തോമസ് ഹോബ്സ് വിശ്വസിച്ചിരുന്നത്. തോമസ് ഹോബ്സ് കഴിഞ്ഞാൽ ജോൺ ലോക്ക് ആയിരുന്നു സാമൂഹ്യ കരാർ സിദ്ധാന്തത്തിന്റെ രണ്ടാമത്തെ വക്താവ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് 2 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ജോൺ ലോക്കിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ എസ്സേസ് കൺസേണിംഗ് ഹ്യൂമൻ നേച്ചർ, എസ്സേസ് ഓൺ സിവിൽ ഗവൺമെന്റ് എന്നിവയാണ്. ഇതിൽ ജോൺ ലോക്ക് പറയുന്നത് മനുഷ്യൻ ഒരു സാമൂഹ്യ കരാറും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കരാറും ഉണ്ടാക്കി. ഇതിൽ സാമൂഹ്യ കരാറിലൂടെയാണ് സമൂഹം രൂപീകരിച്ചത്. എന്നാൽ രാഷ്ട്രീയ കരാറിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇത്തരത്തിൽ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും രൂപീകരണത്തോടുകൂടി സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ മനുഷ്യന് ലഭിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവന് നഷ്ടപ്പെട്ടു എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. സാമൂഹ്യ കരാർ സിദ്ധാന്തത്തിന്റെ മൂന്നാമത്തെ വക്താവ് ജീൻ ജാക്കിസ് റൂസോ ആണ്. റൂസോ തന്റെ ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ കരാർ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന് നാച്ചുറൽ ഓർഡർ എന്ന ഘട്ടത്തിൽ ലഭിച്ചിരുന്ന എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സമൂഹത്തിന്റെ രൂപീകരണത്തോടുകൂടി നഷ്ടപ്പെട്ടു. മനുഷ്യൻ തന്റെ എല്ലാ അവകാശങ്ങളും സമൂഹത്തിന് കൈമാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതിയിലേക്ക് മടങ്ങുന്നതിലൂടെ മാത്രമാണ് ഇനി ആ അവകാശങ്ങൾ മനുഷ്യന് ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
സമൂഹത്തിന്റെ രൂപീകരണത്തിനു മുമ്പ് മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ലഭിച്ചിരുന്ന ഘട്ടത്തെ ഹോബ്സ് വിളിച്ചത് നേച്ചർ സ്റ്റേറ്റ് എന്നാണെങ്കിൽ ജോൺ ലോക്ക് വിളിച്ചത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നാണ്. എന്നാൽ റൂസോ അതിനെ നാച്ചുറൽ ഓർഡർ എന്നാണ് വിളിച്ചത്. ഈ വ്യത്യാസം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഈ സാമൂഹ്യ കരാർ സിദ്ധാന്തങ്ങൾ മനുഷ്യാവകാശത്തിന്റെ വളർച്ചയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ മൂന്നാമത്തെ ഘട്ടമായ ദി ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സിലേക്കാണ്. 1689 ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത്. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് ശേഷം, ഗ്ലോറിയസ് റവല്യൂഷന് ശേഷമാണ് ഇംഗ്ലണ്ടിൽ 1689 ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പ്രമാണം ഒപ്പുവെക്കുന്നത്. ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിന്റെ ഭരണം വില്യം, മേരി എന്നിവരുടെ കയ്യിലായി. പിന്നീടാണ് പാർലമെന്റ് ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുന്നത്. ഇതിലൂടെ പാർലമെന്റിന്റെ അധികാരങ്ങൾ ശക്തിപ്പെടുത്തുകയും രാജാവിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുകയും ചെയ്തു. പാർലമെന്റിന്റെ അപ്രമാദിത്വം വ്യക്തമാക്കുന്നതായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ്. ഇനി നമുക്ക് ബിൽ ഓഫ് റൈറ്റ്സിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത്, രാജാവ് ആംഗ്ലിക്കൻ മതവിശ്വാസി ആയിരിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ, പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ ഒരു സൈന്യത്തെ നിലനിർത്താൻ പാടില്ല. ഇത് രാജാവിന്റെ അധികാരം വെട്ടിക്കുറക്കാനുള്ള ഒരു മാർഗമായിരുന്നു. മൂന്നാമത്തെ വ്യവസ്ഥ, പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ നികുതി ചുമത്തരുത്. 4, ഇംഗ്ലണ്ടിന്റെ പരമാധികാരം രാജാവിനല്ല പാർലമെന്റിനായിരിക്കും എന്ന വ്യവസ്ഥയാണ്. അഞ്ചാമത്തേത്, പാർലമെന്റിലെ അംഗങ്ങളെ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കണം, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ്. ഈ പ്രമാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പാർലമെന്റിന്റെ അധികാരങ്ങൾ ശക്തിപ്പെടുത്തുകയും രാജാവിന്റെയും രാജ്ഞിയുടെയും അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അതിലൂടെ പാർലമെന്റ് ആണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും പരമപ്രധാനമായ അതോറിറ്റി എന്ന് വരുത്തി തീർക്കുന്നതായിരുന്നു ഈ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. ക്ലിയർ അല്ലേ? മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ നാലാമത്തെ ഘട്ടം അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഇന്ന് നമ്മൾ കാണുന്ന USA, അതായത് അമേരിക്ക ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനിയായിരുന്നു. ഏകദേശം ബ്രിട്ടീഷുകാർക്ക് അമേരിക്കയിൽ 13 കോളനികൾ ഉണ്ടായിരുന്നു. ഈ കോളനികളിൽ ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടന്നിട്ടുണ്ട്. ബ്രിട്ടൻ അവരുടെ വ്യാപാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അമേരിക്കയിൽ ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ കോളനികളിൽ നിന്നും ചരക്കുകൾ കയറ്റുമതി ചെയ്യുമ്പോൾ ബ്രിട്ടന്റെ കപ്പൽ തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ തേയില പോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടത് ബ്രിട്ടനിൽ നിന്ന് മാത്രമായിരിക്കണം. പുകയില കയറ്റുമതി ചെയ്യുമ്പോൾ അത് ബ്രിട്ടനിലേക്ക് തന്നെ ആവണം. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നത്. ഈ നിയമങ്ങളെല്ലാം കോളനിയിലെ ജനങ്ങളുടെ താല്പര്യത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് കോളനിയിലെ ജനങ്ങൾ ജോർജ് വാഷിങ്ടന്റെ നേതൃത്വത്തിൽ ബ്രിട്ടനെതിരെ പോരാട്ടം നടത്തി. അവസാനം 1776 അമേരിക്ക സ്വാതന്ത്ര്യം നേടി. 1776 ജൂലൈ 4 അമേരിക്ക അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനത്തിൽ മനുഷ്യന്റെ തുല്യതയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ നമ്മൾ കണക്കാക്കാറുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ അഞ്ചാമത്തെ ഘട്ടമായ US ബിൽ ഓഫ് റൈറ്റ്സിനെ കുറിച്ചാണ്. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികളാണ് US ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1791 ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയിൽ 12 ഭേദഗതികൾ മുന്നോട്ട് വെച്ചത്. പാർലമെന്റ് ഇതിലെ 10 ഭേദഗതികൾ ശരിവെക്കുകയും ഈ ഭേദഗതികൾ പിന്നീട് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. 1791 ശേഷം വന്ന ധാരാളം ഭേദഗതികളും ഇതിൽ പെടുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഭേദഗതി മതസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു. 4ാമത്തെ ഭേദഗതി അന്യായമായ അറസ്റ്റ്, തിരച്ചിൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണമാണ്. എന്നാൽ 13ാമത്തെ ഭേദഗതി അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം കൊണ്ടുവന്നതാണ്. ഇതിലൂടെ അടിമ വ്യവസ്ഥ നിരോധിച്ചു. 15ാം ഭേദഗതിയിലൂടെയാണ് കറുത്ത വർഗക്കാർക്ക് വോട്ടവകാശം ലഭിച്ചത്. എന്നാൽ 1920 19ാം ഭേദഗതിയിലൂടെയാണ് അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്.
മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ ആറാമത്തെ ഘട്ടമായി കണക്കാക്കുന്നത് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദി സിറ്റിസൺസ് ആണ്. 1789 ഫ്രാൻസിൽ വിപ്ലവം നടക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യം. വിപ്ലവത്തോടുകൂടി ഫ്രാൻസിലെ രാജഭരണം അവസാനിച്ചു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയാണ് എസ്റ്റേറ്റ് സമ്പ്രദായം. ഇതിനൊക്കെ അന്ത്യം കുറിക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് കഴിഞ്ഞിരുന്നു. 1789 ഓഗസ്റ്റ് 17, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, ഫ്രഞ്ച് പാർലമെന്റ് പൗരന്മാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഇതറിയപ്പെടുന്നത് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദി സിറ്റിസൺസ് എന്ന പേരിലാണ്. ഈ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നു. ഇതിൽ ആദ്യത്തേത് മനുഷ്യൻ ജനിക്കുന്നത് തുല്യരായും തുല്യ അവകാശങ്ങളോടും കൂടിയാണ്. 2, പരമാധികാരം രാഷ്ട്രത്തിന് ആയിരിക്കും. 3, നിയമാനുസൃതമായി അല്ലാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. 4, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവക്ക് ആരും തടസ്സമാകരുത്. 5, പൗരന്മാരുടെ അനുമതിയോടുകൂടി മാത്രം നികുതി ചുമത്താൻ പാടുള്ളൂ. 6, സ്വത്തവകാശം. 7, സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷ, പ്രതിഷേധിക്കാനുള്ള അവകാശം എന്നിവയാണ്. ഇതുകൊണ്ടെല്ലാം മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായി നമുക്ക് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദി സിറ്റിസനെ കണക്കാക്കാം. മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ 7ാമത്തെ ഘട്ടമായി കണക്കാക്കുന്നത് റഷ്യൻ വിപ്ലവമാണ്. 1917 റഷ്യയിൽ വിപ്ലവം നടക്കുന്നത്. റഷ്യയിൽ സാർ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഭൂപ്രഭുക്കന്മാർക്കെതിരെയും ആയിരുന്നു സമരം. തൊഴിലാളികളും കർഷകരുമാണ് ഈ സമരത്തെ മുന്നിൽ നിന്നും നയിച്ചത്. വിപ്ലവം റഷ്യയിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. H.G. വെൽസ് പറയുന്നത് ഇസ്ലാമിന്റെ ആഗമനത്തിന് ശേഷമുള്ള വലിയ സംഭവ വികാസമാണ് റഷ്യൻ വിപ്ലവം. മുൻപ് പറഞ്ഞ വിപ്ലവങ്ങളെല്ലാം ഊന്നൽ നൽകിയത് പൗരാവകാശങ്ങൾക്കാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവം പോലും പൗരാവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഊന്നൽ നൽകിയത്. എന്നാൽ റഷ്യൻ വിപ്ലവം സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ നീതി എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയാണ് റഷ്യയിൽ വിപ്ലവം നടന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശത്തിന്റെ പുരോഗതിയുടെ ഒരു പ്രധാന ഘട്ടമാണ് റഷ്യൻ വിപ്ലവം. നമ്മൾ UNO ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന 2ാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഈ യൂണിറ്റിൽ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി കൈക്കൊണ്ട 3 നടപടികളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കിടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ്ങിലേക്കൊന്ന് ശ്രദ്ധിക്കുക. UNO ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശങ്ങളും. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ, അതായത് UNO നിലവിൽ വന്നത്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനോടൊപ്പം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കലും ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ലോകത്ത് സമാധാനം നഷ്ടപ്പെടുകയും ഫാസിസ്റ്റ് ശക്തികൾ ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയും ചെയ്തു. ഇത്രയും ഭീകരമായ ഒരു യുദ്ധം ഇതിനു മുമ്പോ ശേഷമോ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഹിറ്റ്ലർ തന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ കൊന്നൊടുക്കുകയും ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മറികടക്കാൻ വേണ്ടിയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം. UN ചാർട്ടറിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യമായി മനുഷ്യാവകാശം, മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കലാണ്. UN ചാർട്ടറിന്റെ ആമുഖത്തിൽ മൗലികാവകാശങ്ങൾ, മനുഷ്യന്റെ തുല്യ അവകാശം, മഹത്വം എന്നിവയെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യാവകാശം സംരക്ഷിക്കൽ UNOയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി UNO 3 പ്രധാനപ്പെട്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവ ഇനി പറയുന്നു. 1. 1948 UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. 2. 1966 ICCPR, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി 3ാമതായിട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടി ICESCR, അതായത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. UDHR ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമായിരുന്നെങ്കിൽ ICCPR-ഉം ICESCR-ഉം
ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറായിരുന്നു. 1945 രൂപീകൃതമായ ഐക്യരാഷ്ട്രസഭ 1946 തന്നെ ഒരു മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകി. ഈ കമ്മീഷനാണ് UDHR, ICCPR, ICESCR എന്നിവയടങ്ങുന്ന ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവരാനു വേണ്ടി പ്രവർത്തിച്ചത്. ഇനി നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHRനെ കുറിച്ചാണ്. മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ എടുത്ത ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നടപടിയാണ് UDHR. 1946 മുതൽ 48 വരെ പ്രവർത്തിച്ച UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ മുന്നിൽ വെച്ചു. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ UDHR പാസാക്കി. അന്നു മുതൽ ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നുണ്ട്. UDHRൽ അതായത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ അവകാശങ്ങളും പട്ടികപ്പെടുത്തിയിരുന്നു. അതിൽ പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ എല്ലാ അവകാശങ്ങളും UDHR എന്ന ഈ പ്രമാണത്തിൽ പട്ടികപ്പെടുത്തിയിരുന്നു. UDHR ലോകത്ത് പല രാജ്യങ്ങളിലും ഭരണഘടന തയ്യാറാക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ കാരണമായി. ഇന്ത്യ പോലും മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കടമെടുത്തത് UDHRൽ നിന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി ആദ്യമായിട്ട് കൈക്കൊണ്ട ഒരു നടപടി കൂടിയായിരുന്നു UDHR. ഒരു ആമുഖവും 30 ആർട്ടിക്കിളുകളും അടങ്ങുന്നതായിരുന്നു UDHR. ലോകത്ത് എല്ലായിടത്തും എല്ലാ മനുഷ്യനും ലഭിച്ചിരിക്കേണ്ട അവകാശങ്ങളാണ് UDHRൽ അതായത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് തുല്യരായിട്ടാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളും മഹത്വവുമുണ്ട് എന്നാണ് UDHRന്റെ 1ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ലോകത്തെ എല്ലാ മനുഷ്യർക്കും ലഭിച്ചിരിക്കേണ്ട അവകാശങ്ങൾ പട്ടികപ്പെടുത്തുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രിയാമ്പിൾ ഓഫ് UDHRന്റെ ആമുഖത്തെ കുറിച്ചാണ്. UDHRന്റെ ആമുഖത്തിൽ മനുഷ്യകുലത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ അവകാശങ്ങളും തുല്യ മഹത്വവുമുണ്ടെന്ന് അംഗീകരിക്കുന്നു. റൂൾ ഓഫ് ലോയിലൂടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും UDHRന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ആശയത്തിലൂടെ ആണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതെന്ന് UDHRന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ മനുഷ്യാവകാശവും മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ഐക്യരാഷ്ട്രസഭയുമായി സഹകരിക്കണമെന്നും ആമുഖത്തിൽ പറയുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പൊതുധാരണയിൽ എത്തണമെന്നും പറയുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആഹ്വാനമായിരുന്നു UDHRന്റെ ആമുഖത്തിലുണ്ടായിരുന്നത്. ഇനി നമ്മൾ കടക്കുന്നത് UDHRലെ 30 വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വകുപ്പുകളിലേക്കാണ്. ആർട്ടിക്കിൾസ്. UDHRൽ ഏകദേശം 30 ആർട്ടിക്കിളുകളുണ്ട്. പക്ഷെ അവയെല്ലാം നമ്മളിപ്പോൾ പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 1 എല്ലാ മനുഷ്യനും ജനിക്കുന്നത് തുല്യരായാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളും മഹത്വവും ഉണ്ട്. 1ാമത്തെ ആർട്ടിക്കിളിൽ എല്ലാ മനുഷ്യരും ജനിക്കുന്നത് തുല്യരായിട്ടാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളും മഹത്വവും ഉണ്ടെന്നാണ് പറയുന്നത്. 2ാമത്തെ ആർട്ടിക്കിള് മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉറപ്പു തരുന്നുണ്ട്. ദേശം, ഭാഷ, വംശം, വർണ്ണം, ലിംഗം, മതം, സ്വത്ത് ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും ഇല്ലാതെ മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉറപ്പു തരുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 2. 3ാമത്തെ വകുപ്പ് ജീവൻ, സ്വാതന്ത്ര്യം, സുരക്ഷ എന്നിവയ്ക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 4 എല്ലാ തരത്തിലുള്ള അടിമത്തവും നിരോധിക്കുന്നു. അതായത് ഇന്ന് അടിമ വ്യവസ്ഥ ഇല്ല, പക്ഷെ ഇന്ന് അടിമ വ്യവസ്ഥ പോലുള്ള ചില സംഗതികളുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ബഗാർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതായത് മേൽജാതിക്കാർക്ക് വേണ്ടി താഴ്ന്ന ജാതിക്കാരായ തൊഴിലാളികൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന സിസ്റ്റമാണ് ബഗാർ. അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ അല്ലേ, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ മുതലാളിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, ഇതൊക്കെ ഈ അടിമത്തത്തിന്റെ കാറ്റഗറിയിൽ പെടും. അപ്പോൾ UDHRലെ 4ാമത്തെ ആർട്ടിക്കിൾ അടിമത്തം
നിരോധിക്കുന്നു. 5-ാമത്തെ ആർട്ടിക്കിള് മനുഷ്യത്വരഹിതമായ അന്യായമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം, അതായത് വളരെ ക്രൂവലായിട്ടുള്ള പണിഷ്മെന്റിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പു തരുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് അടക്കം ഇതിൽ ഉൾപ്പെടും. ആർട്ടിക്കിൾ 7 വിവേചനങ്ങളില്ലാതെ നിയമത്തിന് മുന്നിൽ എല്ലാവരുടെയും തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പു തരുന്നു. അതായത് റൂൾ ഓഫ് ലോയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ആർട്ടിക്കിൾ 9 അന്യായമായ അറസ്റ്റ്, തടങ്കൽ, നാടുകടത്തൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 13 ഒന്നാമത്തത് എല്ലാവർക്കും അവരുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും പാർപ്പിട സ്വാതന്ത്ര്യവും ഉറപ്പു തരുന്നുണ്ട്. രണ്ടാമത്തേത് സ്വന്തം രാജ്യം വിടാനും അവിടെ നിന്ന് തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള അവകാശത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 13 തന്നെ പറയുന്നുണ്ട്. ഇതിനർത്ഥം പാസ്പോർട്ടും വിസയൊന്നും വേണ്ടാന്നല്ല, നിയമത്തിന് അനുസൃതമായി എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആർട്ടിക്കിൾ 14 മറ്റൊരു രാജ്യത്ത് അഭയം തേടാനും അനുഭവിക്കാനുമുള്ള അവകാശം, അതായത് സ്വന്തം രാജ്യത്ത് ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ അന്യരാജ്യത്ത് അഭയം പ്രാപിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ അവകാശങ്ങളൊന്നും കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഒക്കെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അവർക്ക് അഭയാർത്ഥിത്വം കൊടുക്കാൻ പല രാജ്യങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ളതൊക്കെ. ആർട്ടിക്കിൾ 15 എല്ലാവരുടെയും ദേശീയതക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ദേശം വേണമെന്നൊക്കെ പറയുമ്പോഴും ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ആർട്ടിക്കിൾ 16 വിവാഹം കഴിക്കാനും കുടുംബം രൂപീകരിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനോടൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് അവകാശങ്ങളും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 17 സ്വത്തവകാശത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 18 മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ UDHRന്റെ 20-ാമത്തെ ആർട്ടിക്കിളിൽ സംഘടനാ സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 23 തൊഴിൽ ചെയ്യുന്നതിനും നല്ല തൊഴിൽ സാഹചര്യത്തിനും ഉള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ജീവിത നിലവാരം ലഭ്യമാകുന്നതിനുള്ള അവകാശം, ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഭക്ഷണവും ആരോഗ്യവും വസ്ത്രവും പാർപ്പിടവും ലഭിക്കുന്നതിനുള്ള അവകാശം എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 26 വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കുന്നു. UDHRൽ 30 ആർട്ടിക്കിളുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത്. ഇവിടെ നമ്മൾ ആദ്യം കിടക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് UDHRന്റെ പ്രാധാന്യം. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് മനുഷ്യാവകാശത്തിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന എലീനർ റൂസ്വെൽറ്റിന്റെ അഭിപ്രായത്തിൽ ലോകത്തെല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഇന്റർനാഷണൽ മാഗ്ന കാർട്ടയാണ് UDHR. എന്തുകൊണ്ടാണ് UDHRന് ഇത്ര പ്രാധാന്യം? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടന നടത്തിയ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു UDHR. ലോകത്ത് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടന്നിരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു UDHR എന്ന് മനസ്സിലാക്കി വെക്കുക. ലോകത്തെ പല രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥയുടെ പുരോഗതിയെ ഏറെ സ്വാധീനിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു UDHR. കാരണം UDHRൽ ഉൾപ്പെടുത്തിയ പല അവകാശങ്ങളും പിന്നീട് പല ഭരണഘടനയിലും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്ന രാജ്യങ്ങളുടെ ഭരണഘടനയിലെ കാര്യമായിട്ട് സ്വാധീനം ചെലുത്താൻ UDHRന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഈ UDHRന്റെ സ്വാധീനം നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇന്ത്യൻ്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്താണ് UDHR വരുന്നത്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി UDHR പാസ്സാക്കുന്നത്. അന്ന് മുതൽ ഇന്നേ വരെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയ പ്രാധാന്യം UDHRനുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ICCPR, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇത് ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്ന ഒരു അന്താരാഷ്ട്ര കരാറായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. UDHR ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു. അത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു കരാറായിരുന്നില്ല. ICCPR, ICESCR എന്നിവ UDHRൽ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ അല്ലെങ്കിൽ കരാറാണ്. അതായത് ICCPR മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കരാറാണ് എന്ന് മനസ്സിലാക്കി വെക്കുക.
1954 ICCPRൻ്റെയും ICESCRൻ്റെയും ഒരു കരട് രൂപം UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. 1966 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇത് അംഗീകരിച്ചു. പക്ഷേ 1976 മാർച്ച് 23-നാണ് ICCPR എന്ന അന്താരാഷ്ട്ര കരാർ നിലവിൽ വരുന്നത്. ICCPRൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങളെല്ലാം നെഗറ്റീവ് റൈറ്റ്സ് ആണ്. അതായത് പൗരന്മാർക്ക് എന്തായാലും ലഭിച്ചിരിക്കേണ്ട ചില അവകാശങ്ങളാണ് ICCPRൽ ഉണ്ടായിരുന്നത്. ഇതിൽ പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. പൗരന്മാർക്ക് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത ചില അവകാശങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ICCPRൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രധാന അവകാശങ്ങളാണ് ഇനി പറയുന്നത്. 1. ജീവിക്കാനുള്ള അവകാശമായിരുന്നു. 2. സ്വയം നിർണയാവകാശം. 3. ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം. 4. അന്യായവും മനുഷ്യത്വരഹിതവുമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു. 5. അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 6. സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. 7. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 8. സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 9. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. 10. നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യ സംരക്ഷണവും, അതായത് റൂൾ ഓഫ് ലോയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വിവാഹം കഴിക്കുന്നതിനും കുടുംബം സ്ഥാപിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 12. അന്യായമായ തടങ്കലിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. 13. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 14. വോട്ട് ചെയ്യാനുള്ള അവകാശം. 15. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ. അപ്പോൾ ഇത്രയും അവകാശങ്ങളെക്കുറിച്ചാണ് ICCPRൽ പറയുന്നത്. ICCPRൽ പറയുന്ന അവകാശങ്ങളുടെ പ്രത്യേകത മനുഷ്യന് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത പൗരാവകാശങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ അവകാശങ്ങളും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ICESCR, ഇന്റർനാഷണൽ കവനന്റ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ചാണ്. അതായത് 1953 UN ജനറൽ അസംബ്ലിയിൽ ഇതിൻ്റെ ഒരു കരട് രൂപം അവതരിപ്പിച്ചു. 1966 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ICESCR എന്ന കരാറും അംഗീകരിച്ചു. 1976 ജനുവരി 3 മാത്രമാണ് ഈ അന്താരാഷ്ട്ര കരാറ് നിലവിൽ വരുന്നത്. ICCPRന്ന് വ്യത്യസ്തമായിട്ട് ICESCRൽ ഉണ്ടായിരുന്നത് പോസിറ്റീവ് റൈറ്റ്സ് ആണ്. അതായത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അവകാശങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ICESCRൽ ഉണ്ടായിരുന്ന പ്രധാന അവകാശങ്ങൾ എന്തെല്ലാം നോക്കാം. 1. ജോലി ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. 2. നല്ല തൊഴിൽ സാഹചര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച്. 3. തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച്. അതുപോലെ 4. സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 5. ഏറ്റവും കുറഞ്ഞ ജീവിത നിലവാരത്തിനുള്ള അവകാശം, അതായത് ജീവിക്കാൻ ഏറ്റവും കുറഞ്ഞ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. 6. ആരോഗ്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 7. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 8. സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാകാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 9. ശാസ്ത്ര പുരോഗതിയുടെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 10. കുടുംബ സംരക്ഷണം, പ്രത്യേകിച്ച് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണത്തിനുള്ള സഹായത്തെക്കുറിച്ചും ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ICESCRലെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ. അടുത്തത് ഓപ്ഷണൽ പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കാം. അതായത് ICCPRും ICESCRും ഒരുപാട് രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു മൾട്ടിലാറ്ററൽ ട്രീറ്റി, ഒരു വലിയ കരാറാണ്. ഈ 2 കരാറുകളുടെയും സപ്ലിമെന്ററി കരാറുകൾ അറിയപ്പെടുന്നത് ഓപ്ഷണൽ പ്രോട്ടോകോൾ എന്നാണ്. അതായത് ഒരു ബഹുരാഷ്ട്ര കരാറിന്റെ സപ്ലിമെന്ററി കരാറുകൾ അല്ലെങ്കിൽ ഉപകരാറുകളാണ് ഓപ്ഷണൽ പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ICCPRന് 2 ഓപ്ഷണൽ പ്രോട്ടോകോളുകളുണ്ട്. ഇതിന്റെ 1ാമത്തെ ഓപ്ഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കി. കരാറിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങൾക്കും ഇതിൽ പരാതി നൽകാം. 1976 ഈ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ICCPRന്റെ 2ാമത്തെ ഓപ്ഷണൽ പ്രോട്ടോകോൾ വധശിക്ഷ നിരോധിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ചില രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 2008
ICESCRന്റെ ഓപ്ഷണൽ പ്രോട്ടോകോൾ വന്നത്, പക്ഷെ അത് ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടില്ല. എല്ലാവരും അടുത്ത ഹെഡിങ്ങിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പാസാക്കിയ ഒരു പ്രഖ്യാപനം, 2 അന്താരാഷ്ട്ര കരാറുകൾ എന്നിവക്ക് നൽകിയ അനൗപചാരികമായ പേരാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്. ഏതൊക്കെയാണ് ആ പ്രഖ്യാപനവും 2 കരാറുകളും? ആ പ്രഖ്യാപനത്തിൽ ഒന്ന് UDHR ആണ്, രണ്ടാമത്തത് ICCPR ആണ്, മൂന്നാമത്തത് ICESCR. ഈ 3 ഒന്നിച്ചു നൽകിയ പേരാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന്. മനസ്സിലായല്ലോ? അപ്പൊ UDHR, ICCPR, ICESCR എന്നിവയടങ്ങുന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനെടുത്ത 3 നടപടികളെ ഒന്നിച്ചു വിളിക്കുന്ന അനൗപചാരികമായ ഒരു പേരാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ഹെഡിങ് ദി UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. UNOയുടെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. UNOയുടെ ഏജൻസിയായ ഇക്കോസോക്ക്, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ഭാഗമായി 1946 UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ രൂപീകരണം. ഈ കമ്മീഷന്റെ പ്രത്യേകത, ഇതിൽ 3 വർഷത്തേക്കായി തെരഞ്ഞെടുക്കപ്പെടുന്ന 53 ഗവൺമെന്റുകൾ ഉണ്ടായിരിക്കും. 1948 UDHR, 1966 ICCPR, ICESCR എന്നിവ കൊണ്ടുവരാൻ ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തിയത് ഈ കമ്മീഷനെയാണ്. ഈ കമ്മീഷന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവ 3. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തെ പലതായി തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ അത് ഏതെല്ലാമെന്നും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യമായി പറയാനുള്ളത് തേർഡ് വേൾഡ് അപ്രോച്ച്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട 3ാമത്തെ സമീപനമാണ് തേർഡ് വേൾഡ് അപ്രോച്ച്. 3ാം ലോക രാജ്യങ്ങളുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സമീപനം വെസ്റ്റേൺ അപ്രോച്ചിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഭൂരിഭാഗം വരുന്ന ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളും ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികൾ ആയിരുന്നു. അതായത് ഇന്ന് നമ്മൾ 3ാം ലോക രാജ്യങ്ങളെന്ന് വിളിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഒരു കാലത്ത് ബ്രിട്ടന്റെയോ ഫ്രാൻസിന്റെയോ ഇത്തരത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികൾ ആയിരുന്നു. ഇവിടെ ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നിരുന്നു. ഈ പ്രദേശങ്ങളിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മനുഷ്യന്റെ അവകാശങ്ങൾ ഇല്ലേ, സ്വാതന്ത്ര്യം പോലുള്ള മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു എന്ന് ഓർത്തു വെക്കാം. 3ാം ലോക രാജ്യങ്ങളിൽ ആദ്യമായി മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സമീപനം രൂപപ്പെടുത്തിയ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ ദളിതരും ആദിവാസികളും ഭൂരഹിതരായ തൊഴിലാളികളും സാമ്പത്തിക ചൂഷണത്തിന് ഇരയാകുന്നതിനോടൊപ്പം മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന വിഭാഗങ്ങളാണ് ദളിതർ, ആദിവാസികൾ, ഭൂരഹിതരായ തൊഴിലാളികൾ. അപ്പോൾ ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഭരണഘടനാ ശില്പികൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 17 അല്ലേ, തൊട്ടുകൂടായ്മ നിരോധിക്കുന്നതൊക്കെ ദളിതരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ സംവരണം, പട്ടികജാതി പട്ടിക വർഗ വിഭാഗക്കാർ, അതായത് ആദിവാസികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി കൂടിയായിരുന്നു സംവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്ത് ഓർത്തു വെക്കാം. പിന്നെ 3ാം ലോക രാജ്യങ്ങൾ മനുഷ്യാവകാശം സാർവത്രികമാണെന്ന കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നില്ല. വെസ്റ്റേൺ അപ്രോച്ച് അനുസരിച്ച് മനുഷ്യാവകാശം സാർവത്രികമാണ്, അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തുമുള്ള അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. പക്ഷെ ഇതിനെ തേർഡ് വേൾഡ് അപ്രോച്ച് അംഗീകരിക്കുന്നില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിരുന്ന സമയം ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ 3ാം ലോക രാജ്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യാവകാശം ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് എന്നതിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു ആശയമായിട്ടാണ് അവർ മനുഷ്യാവകാശം സാർവത്രികമാണ് എന്നതിനെ കാണുന്നത്. 3ാം ലോക രാജ്യങ്ങൾക്ക് അവരുടേതായ സംസ്കാരവും മൂല്യങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് അവർ സാമൂഹികവും സാമ്പത്തികവുമായ സമത്വത്തിനും പുരോഗതിക്കും പ്രാധാന്യം നൽകുന്നു. ഈ സാഹചര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് പരിമിതി ഉണ്ട്. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ ധാരാളം വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. സാമ്പത്തികവും വംശീയവും പ്രാദേശികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം രാജ്യങ്ങൾക്ക് ഉണ്ട്.
ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് മൂന്നാം ലോക രാജ്യങ്ങൾ ഒരു വ്യത്യസ്തമായ നിലപാട് കൈക്കൊള്ളുന്നത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യം കൂടുതൽ അനുവദിച്ചാൽ അവരുടെ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ സാമൂഹികവും സാമ്പത്തികവും ആയ സമത്വത്തിനും പുരോഗതിക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് വെസ്റ്റേൺ അപ്രോച്ചിനെ അവർ എതിർക്കുന്നുണ്ട്. മൂന്നാം ലോക രാജ്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ സർവ്വസാധാരണയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ധാരാളമായിട്ട് ഇത്തരം രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത് മാധ്യമങ്ങളും ഗവൺമെന്റ് ഇതര സംഘടനകളും ജുഡീഷ്യറി അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ആണ് എന്നുകൂടി ഈ ഭാഗത്ത് നമ്മൾ ഓർത്തു വെക്കുക. അടുത്ത ഭാഗം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശത്തെ പലതായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മനുഷ്യാവകാശങ്ങൾ ഒരുപാട് പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി പുരോഗതി പ്രാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശത്തെ പല ജനറേഷനായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്നിങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ പല ജനറേഷനായിട്ട് തരംതിരിക്കാറില്ലേ, അതുപോലെ തന്നെ മനുഷ്യാവകാശത്തെയും പല ജനറേഷനായിട്ട് തരംതിരിക്കുന്നുണ്ട്. യുനെസ്കോയുടെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പീസ് ഡിവിഷന്റെ മുൻ ഡയറക്ടർ ആയിരുന്ന കേരൽ വാസക്കാണ് മനുഷ്യാവകാശത്തെ 3 ജനറേഷനായി തരംതിരിച്ചതിൽ പ്രധാനി. ഇവിടെ നമുക്ക് ആദ്യമായി പറയാനുള്ളത് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ്. ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സിൽ പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ആണ് ഉൾപ്പെടുന്നത്. അതായത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത്. ഒരു വ്യക്തിക്കും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തതും രാഷ്ട്രം സംരക്ഷിക്കേണ്ടതുമായ അവകാശങ്ങളായതുകൊണ്ട് ഇവയെ നെഗറ്റീവ് റൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. മേഗ്ന കാർട്ട, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം എന്നിവയിലൂടെയെല്ലാം മനുഷ്യൻ നേടിയെടുത്ത അവകാശങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിലാണ് ഉൾപ്പെടുന്നത്. ഉദാഹരണത്തിന് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ഇതൊക്കെ ഫസ്റ്റ് ജനറേഷനിലെ അവകാശങ്ങളാണ്. അടുത്തത് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ്. സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സിൽ ഉൾപ്പെടുന്നത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അവകാശങ്ങളാണ്. അതായത് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇവയെ പോസിറ്റീവ് റൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. റഷ്യൻ വിപ്ലവത്തിലൂടെ മനുഷ്യന് നേടിയെടുത്ത അവകാശങ്ങൾ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന് തൊഴിലിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം, പാർപ്പിടത്തിനുള്ള അവകാശം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് തേർഡ് ജനറേഷൻ റൈറ്റ്സ്. തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്നാൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കളക്റ്റീവ് റൈറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. പുരോഗതിക്കുള്ള അവകാശം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, ഐക്യത്തിനുള്ള അവകാശം, സമാധാനത്തിനുള്ള അവകാശങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ട ചില അവകാശങ്ങളാണ് തേർഡ് ജനറേഷൻ റൈറ്റ്സിൽ ഉൾപ്പെടുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന 4ാമത്തെ യൂണിറ്റിന്റെ 1ാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിൽ പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഈ 3 ഭാഗങ്ങളിലാണ് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഈ 3 ഭാഗങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1946 മുതൽ 49 വരെ പ്രവർത്തിച്ച ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. 1949 നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു. 50 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഭരണഘടന തയ്യാറാക്കുന്നത്. കാരണം നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് തന്നെയാണ് 1948 ഐക്യരാഷ്ട്രസഭ UDHR കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ UDHRൽ പറയുന്ന പല അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേക്കണം. മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ 3 ഭാഗങ്ങളിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 3 ഭാഗങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ആമുഖം, പ്രിയാമ്പിള്. 2 ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങൾ. 3ാമത്തത് മാർഗനിർദ്ദേശക
തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ 3 ഭാഗങ്ങളിലാണ് മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രിയാമ്പിളാണ്, അതായത് ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാൻ ഈ ആമുഖം വായിച്ചാൽ മതി. അവിടെ കൃത്യമായിട്ട് ഭരണഘടനയുടെ സ്വഭാവം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മനുഷ്യന്റെ അവകാശങ്ങൾ, മനുഷ്യന്റെ മഹത്വം എന്നിവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാരമുള്ള ജനാധിപത്യ, മതേതരത്വ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നീതി, ആവിഷ്കാര സ്വാതന്ത്ര്യം, വിശ്വാസവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം, അവസര സമത്വം എന്നിവയെക്കുറിച്ചെല്ലാം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും നീതി ഉറപ്പു തരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, മനുഷ്യന്റെ മഹത്വം എന്നിവ സംരക്ഷിക്കുന്നുമുണ്ട്. എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും നീതിയുടെയും അടിത്തറയായി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ കാണാം. കാരണം മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെക്കുറിച്ചെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്ത ഏരിയ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ഓരോ ഇന്ത്യക്കാരനും നിർബന്ധമായും ലഭിച്ചിരിക്കേണ്ട, ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത 6 അവകാശങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഈ അവകാശങ്ങളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുക്കുന്നത്. അതായത് ഒരാൾക്ക് ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത 6 അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ആയതുകൊണ്ട് തന്നെ ഇവയെ നെഗറ്റീവ് റൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിച്ച് അത് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അവകാശങ്ങളെ ജസ്റ്റീഷ്യബിൾ റൈറ്റ് എന്നുകൂടി നമുക്ക് വിളിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കണം. ക്ലിയർ അല്ലേ? ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പു തരുന്ന 6 മൗലികാവകാശങ്ങളാണ് ഇനി പറയുന്നത്. 1, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഈ അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. 3-ാമത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ഓക്കെ. 4-ാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാമത്തത് സാംസ്കാരിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 29, 30. ഇത് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ കൂടി ആണ്. ആർട്ടിക്കിൾ 6 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന 1-ാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 14 ശ്രദ്ധിക്കുക. നിയമത്തിന് മുന്നിലെ തുല്യത, നിയമത്തിന്റെ തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു തരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 14-ാമത്തെ വകുപ്പ് ഓരോ ഇന്ത്യൻ പൗരനും നിയമത്തിന് മുന്നിലെ തുല്യതയും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും ഉറപ്പു തരുന്നുണ്ട്. അതായത് ജാതിയോ മതമോ ഭാഷയോ ഒന്നും പ്രശ്നമില്ല, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന്റെ സംരക്ഷണം എല്ലാവർക്കും തുല്യമായി ലഭിക്കും എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, അതായത്
15-ാമത്തെ വകുപ്പ് അനുസരിച്ച് ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഉള്ള വിവേചനങ്ങൾ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 ഉറപ്പു തരുന്ന പ്രധാനപ്പെട്ട കാര്യം. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പു തരുന്നുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു തരുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 16. അതായത് കഴിവും യോഗ്യതയുമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും സ്റ്റേറ്റ് PSC നടത്തുന്ന പരീക്ഷകളിലും UPSC നടത്തുന്ന പരീക്ഷകളിലും മത്സരിക്കാനും അതിലൂടെ ഉദ്യോഗം നേടാനും കഴിയും, ഇല്ലേ? പക്ഷേ ആർട്ടിക്കിൾ 16 സംവരണത്തിന് അനുമതി നൽകുന്നുണ്ട്. അതായത് റിസർവേഷൻ, അല്ലേ? അതായത് സർക്കാർ ഉദ്യോഗങ്ങളിൽ നമ്മൾ കുറച്ച് സീറ്റ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ OBC-ക്കാർക്കൊക്കെ മാറ്റിവെക്കാറില്ലേ? ഈ മാറ്റിവെക്കുന്നതിനെ ആർട്ടിക്കിൾ 16 തടയുന്നില്ല. മനസ്സിലായോ? അപ്പൊ റിസർവേഷന് അനുമതി ആർട്ടിക്കിൾ 16 നൽകുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ആർട്ടിക്കിൾ 17 അയിത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധിക്കുന്നുണ്ട്. അതായത് സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പുവരുത്തുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 17. അപ്പോൾ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 17 അനുസരിച്ച് അയിത്തം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നും ചെറിയ രീതിയിലെങ്കിലും ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ബഹുമതികൾ ഇല്ലാതാക്കുന്നു. അതായത് വിദ്യാഭ്യാസപരവും സൈനികപരവും അല്ലാത്ത മറ്റെല്ലാ ബഹുമതികളും നിരോധിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 18. രാഷ്ട്രം നൽകുന്ന ഒരുപാട് ബഹുമതികളുണ്ട്, അല്ലേ? പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം, ഖേൽ രത്ന, അതുപോലെ തന്നെ സൈനികപരമായ ഒരുപാട് ബഹുമതികളുണ്ട്. കീർത്തി ചക്ര, പരംവീർ ചക്ര, ഇങ്ങനെയുള്ള ഒരുപാട് ബഹുമതികളുണ്ട്. ഇതൊക്കെ സ്വീകരിക്കാം. ഇതല്ലാത്ത ഒരു തരത്തിലുള്ള ബഹുമതിയും സ്വീകരിക്കാനുള്ള അനുമതി ഇന്ത്യൻ പൗരന്മാർക്ക് ഇല്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ബഹുമതികളൊക്കെ സ്വീകരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ബഹുമതികൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 18 ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? ഇത്രയും ആർട്ടിക്കിളുകളാണ് റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ, അതായത് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന രണ്ടാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മുടെ ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 19 ഇതിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 19-ാം വകുപ്പ് ഉറപ്പു തരുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ്. അതായത് നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്ന് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ആർട്ടിക്കിൾ 19 രണ്ടാമത് ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യമാണ് സമ്മേളന സ്വാതന്ത്ര്യം. അതായത് സമാധാനപരമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. മൂന്നാമത്തത് സംഘടനാ സ്വാതന്ത്ര്യം. അതായത് നമുക്ക് സംഘടനകൾ ഉണ്ടാക്കാം, നമുക്ക് സംഘടിക്കാം. ഉണ്ടാക്കുന്ന സംഘടന തീവ്രവാദ സംഘടന ആവരുത് എന്ന് മാത്രം. നാലാമത്തെ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം. അതായത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതായത് പാസ്പോർട്ട് വേണോ, വിസ വേണോ, ഇതൊന്നും വേണ്ട. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 ഉറപ്പു തരുന്നുണ്ട്. 5 പാർപ്പിട സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനും, അല്ലെ, വീടെടുക്കാനും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ഏറ്റവും അവസാനം നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. നമുക്ക് ഇഷ്ടമുള്ള തൊഴിലൊക്കെ ചെയ്യാം, പക്ഷെ ചെയ്യുന്നത് കള്ളക്കടത്ത് പോലുള്ള തൊഴിലുകൾ ആവരുതെന്ന് മാത്രം. നിയമപരമായുള്ള ഏത് തരത്തിലുള്ള തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാമത്തെ വകുപ്പ് ഉറപ്പു തരുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ആർട്ടിക്കിൾ 20 ശ്രദ്ധിക്കുക. അന്യായമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം. അതായത് ആർട്ടിക്കിൾ 20 പറയുന്നത് ഒരാളെയും അന്യായമായി ശിക്ഷിക്കരുത്. അതായത് ചെയ്ത കുറ്റത്തിനനുസരിച്ചാവണം ശിക്ഷ. അതായത്
തടവ് ശിക്ഷ കിട്ടേണ്ട ആൾക്ക് വധശിക്ഷ നൽകരുത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരേ കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിൽ അന്യായമായി ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ആർട്ടിക്കിൾ 20 ഉറപ്പു തരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു തരുന്നുണ്ട്. ആർട്ടിക്കിൾ 21A, അതായത് അമെൻഡ് ചെയ്ത ആർട്ടിക്കിളാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു തരുന്നുണ്ട്. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റ്, തടങ്കൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പു തരുന്നുണ്ട്. അതായത് അന്യായമായി ഒരാളെയും അറസ്റ്റ് ചെയ്യുകയോ അന്യായമായി ഒരാളെയും തടങ്കലിൽ വെക്കുകയോ ചെയ്യരുത് എന്നാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പോൾ പോലീസൊക്കെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നമുക്ക് വാറണ്ട് എവിടെ എന്ന് ചോദിക്കാം. വാറണ്ട് ഇല്ലാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ വാറണ്ട് ഇല്ലാത്ത അറസ്റ്റും നടക്കും. പ്രത്യേകിച്ച് തീവ്രവാദ ബന്ധമുള്ളവരൊക്കെ ചിലപ്പം വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകാറുണ്ട്, ഇല്ലേ? അപ്പോൾ അത് ചെയ്യേണ്ടി വരും. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കരുതൽ തടങ്കല് പോലുള്ള സംഗതികൾക്ക് അനുമതി ആര് കൊടുക്കുന്നുണ്ട്? ആർട്ടിക്കിൾ 22 നൽകുന്നുണ്ട്. ഒരു നാട്ടിൽ കലാപം നടക്കാൻ പോവുകയാണെങ്കിൽ ചില ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ കരുതൽ തടങ്കൽ പ്രിവെന്റീവ് ഡിറ്റൻഷന് അനുമതി ആർട്ടിക്കിൾ 22 കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്യായമായിട്ട് ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അന്യായമായി ഒരാളെയും തടങ്കലിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 22 ഉറപ്പു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ റൈറ്റ് ഫ്രീഡത്തിൽ ഇത്രയും വകുപ്പുകളാണ്, ഇത്രയും ആർട്ടിക്കിളുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന 3ാമത്തെ മൗലികാവകാശം റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 23, 24 ആർട്ടിക്കിളുകൾ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ഉറപ്പു തരുന്നത്. ആർട്ടിക്കിൾ 23 ശ്രദ്ധിക്കുക, അടിമത്തം നിരോധിക്കുന്നു. അതായത് നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കടത്ത് എന്നിവ നിരോധിക്കുന്നു. അടിമത്തം ഇന്ന് ഉണ്ടോ? ഇല്ല. പക്ഷെ ബോണ്ടഡ് ലേബർ, അതുപോലെ തന്നെ ബഗാർ എന്നൊക്കെ പറയുന്ന ചില സിസ്റ്റം ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ബഗാർ എന്ന് പറഞ്ഞാൽ ജന്മിമാർക്ക് ആഴ്ചയിൽ 1 or 2 ദിവസം കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന സിസ്റ്റം ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് ഒരു അടിമത്തത്തിന് സമാനമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇത്തരത്തിൽ നിർബന്ധിതമായ തൊഴിലോ ബോണ്ടഡ് ലേബറോ ഇതൊക്കെ നിരോധിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 23. അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, വേശ്യവൃത്തിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മനുഷ്യരെ അന്യനാട്ടിലേക്കും ഇവിടേക്കൊക്കെ കടത്തുന്നതും ഏത് നിരോധിക്കുന്നുണ്ട്? ആർട്ടിക്കിൾ 23 അനുസരിച്ച് നിരോധിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നുണ്ട്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് തടയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 24 എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതായത് 3ാമത്തെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് എന്നുകൂടി ഇവിടെ ഓർത്തു വെക്കണം. മനസ്സിലായല്ലോ? ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന 4ാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ ആചാരങ്ങൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉറപ്പു തരുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 20 അനുസരിച്ച് നമുക്ക് നമ്മുടെ മതത്തിൽ വിശ്വസിക്കാം, അതിൻ്റെ ആചാരങ്ങൾ പിന്തുടരാൻ പറ്റും, അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും പറ്റും. പക്ഷെ നിർബന്ധിതമായ മതപരിവർത്തനത്തിന് അത് എന്ത് ചെയ്യുന്നില്ല? അനുമതി കൊടുക്കുന്നില്ല. അതിനെ ശക്തമായി എതിർക്കുന്ന വകുപ്പ് കൂടിയാണ് ആർട്ടിക്കിൾ 25. മനസ്സിലായല്ലോ? ആർട്ടിക്കിൾ 26 സ്വന്തം മതകാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവകാശം. അതായത് സ്വന്തമായിട്ട് മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അല്ലേ, പള്ളിയെടുക്കാം, ക്ഷേത്രങ്ങൾ പണിയാം, അതുപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികൾ നടത്തിക്കൊണ്ടു പോകാനും ഇതിനൊക്കെയുള്ള ഒരു അവകാശമാണ്
ആർട്ടിക്കിൾ 26. അതായത് സ്വന്തം മതകാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവകാശം ഉറപ്പു തരുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 26 എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ആർട്ടിക്കിൾ 27 ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പുരോഗതിക്കു വേണ്ടി നിർബന്ധിതമായി നികുതി പിരിക്കുന്നത് തടയുന്നു. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പുരോഗതിക്കു വേണ്ടി നിർബന്ധിതമായുള്ള നികുതി പിരിവിനെ തടയാണ് ഈ വകുപ്പ് ചെയ്യേണ്ടത്. അതായത് സ്വന്തം ഇഷ്ടാനുസരണം സ്വന്തം മതത്തിന് വേണ്ടി പിരിവ് നൽകുന്നത് തടയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ നിർബന്ധിതമായി ഒരു പ്രത്യേക മതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പണം പിരിക്കുന്നതിനെ ആർട്ടിക്കിൾ 27 എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. ആർട്ടിക്കിൾ 28 ശ്രദ്ധിക്കുക. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മതപഠനം തടയുന്നുണ്ട്. സർക്കാർ സ്കൂളുകൾ മതം പഠിപ്പിക്കാനുള്ള സ്ഥലമല്ല എന്നാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. എന്നാൽ ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനം അനുവദിക്കുന്നുണ്ട്, അല്ലേ? അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മദ്രസകളിൽ അവരുടെ മതം പഠിപ്പിക്കാം, അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് മതം പഠിപ്പിക്കാം. പക്ഷെ പൊതുവിദ്യാലയങ്ങളിൽ ഒരിക്കലും മതപരമായ നിർദ്ദേശങ്ങളോ മതപഠനമോ ആർട്ടിക്കിൾ 28 അനുവദിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ആണ് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? നമ്മുടെ ഭരണഘടനയിലെ 5ാമത്തെ മൗലികാവകാശം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 29, 30 വകുപ്പുകളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉറപ്പുതരുന്നത്. അതായത് ആർട്ടിക്കിൾ 29ഉം 30ന്റെയും പ്രത്യേകത ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പുകളാണ്. ആർട്ടിക്കിൾ 29 ശ്രദ്ധിക്കുക. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം ഉറപ്പു തരുന്നുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 30 ശ്രദ്ധിക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അവ നടത്താനുമുള്ള അവകാശം. അതായത് ന്യൂനപക്ഷങ്ങൾ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം, അത് നടത്താം എന്നുള്ളതൊക്കെയാണ് ആർട്ടിക്കിൾ 30 ഉറപ്പു തരുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതേതാണ്? ആർട്ടിക്കിൾ 29ഉം 30ഉം. അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിൽ പെടുന്നത് കൂടിയാണ് എന്നുകൂടി ഓർത്തുവെക്കുക. 5ാമത്തെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന 6ാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശമാണ് ഇത്. ഈ ഒരു മൗലികാവകാശം ഇല്ലെങ്കിൽ ബാക്കി 5 മൗലികാവകാശങ്ങളും വെറും കടലാസിൽ ഒതുങ്ങുമായിരുന്നു. കാരണം മേൽപ്പറഞ്ഞ 5 മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശമാണ് ആർട്ടിക്കിൾ 32, അതായത് 6ാമത്തെ മൗലികാവകാശം നമുക്ക് ഉറപ്പു തരുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ഈ കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 അടങ്ങുന്ന റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന മൗലികാവകാശം ഉറപ്പു തരുന്നത്. അതുകൊണ്ടാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് 6ാമത്തെ മൗലികാവകാശമെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 32ഉം ആർട്ടിക്കിൾ 226ഉമാണ് നമുക്ക് ഈ അവകാശം ഉറപ്പു തരുന്നത്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് റിട്ടുകളെ കുറിച്ചാണ്. മൗലികാവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാമെന്ന് 6ാമത്തെ മൗലികാവകാശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കോടതികൾ എന്താ ചെയ്യുക? കോടതികൾ ചെയ്യുന്ന കാര്യം
അതായത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ മൗലികാവകാശം പുനഃസ്ഥാപിച്ച് തരാൻ വേണ്ടി അവർ ഉത്തരവുകൾ ഇറക്കും. ഈ ഉത്തരവുകളാണ് റിട്ടുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് റിട്ടുകൾ? നിഷേധിക്കപ്പെട്ട മൗലികാവകാശം പുനഃസ്ഥാപിച്ചു നൽകുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇറക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. മനസ്സിലായല്ലോ? അതായത് മൗലികാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇറക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടുകൾ 5 തരമുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു അധ്യായത്തിൽ പഠിക്കാനുള്ളത് കൊണ്ട് ഈ ഭാഗത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിക്കും റിട്ടുകൾ ഇറക്കാം. അതായത് റിട്ടുകൾ ഇറക്കാൻ അവകാശമുള്ളത് 2 കോടതികൾക്കാണ്, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ്. എന്തിനാണ് റിട്ടുകൾ ഇറക്കുന്നത്? നിഷേധിക്കപ്പെട്ട മൗലികാവകാശം പുനഃസ്ഥാപിച്ചു നൽകുന്നതിന് വേണ്ടിയാണ്. റിട്ടുകൾ ഇറക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത്. ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിയുമാണ് റിട്ടുകൾ ഇറക്കുന്നത്. മൗലികാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിട്ടുകൾ ഇറക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ ഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ചിലപ്പം പരീക്ഷ പേപ്പറിൽ DPSP എന്ന് മാത്രം ചുരുക്കി കാണും. തീർച്ചയായിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളും നയങ്ങളും അവകാശങ്ങളുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് വരും ഗവൺമെന്റുകൾക്കുള്ള ചില നിർദ്ദേശങ്ങളും നയങ്ങളും അവകാശങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നയങ്ങളും അവകാശങ്ങളുമാണ്. അതാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതിനോടൊപ്പം ഇന്ത്യയെ സാമൂഹികവും സാമ്പത്തികവുമായ ഒരു ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ 4-ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉള്ളത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതി കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ചില നയങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക, രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതി എന്നിവയൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഈ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെയും നയങ്ങളുടെയും അവകാശങ്ങളുടെയും പ്രധാന ലക്ഷ്യങ്ങൾ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? നമ്മുടെ ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള 16 ആർട്ടിക്കിളുകൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ധാരാളം എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവയെല്ലാം മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഡയറക്റ്റീവ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഐഡിയൽസ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. രണ്ടാമത്തത് രാഷ്ട്രത്തിന്റെ നയങ്ങളെ രൂപപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. മൂന്നാമത്തത് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, അതായത് പൗരന്മാരുടെ നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിന്റെ ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്, രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. മൂന്നാമതായിട്ട് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സും
ഏത് ഭാഗത്തുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കുക. ഡയറക്റ്റീവ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഐഡിയൽസ് ഓഫ് സ്റ്റേറ്റ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആദ്യത്തെ ഭാഗമായി നമുക്ക് പഠിക്കാനുള്ളത് രാഷ്ട്രത്തിന്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങളാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മുടെ രാജ്യത്തിന്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അത് ഏതെല്ലാമെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആർട്ടിക്കിൾ 38 ഒന്നാം ഭാഗം ശ്രദ്ധിക്കുക. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തി രാഷ്ട്രം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ പരിശ്രമിക്കണം. അതായത് ആർട്ടിക്കിൾ 38 ഒരു നിർദ്ദേശമാണ് രാജ്യത്തോടുള്ള. അതിലെന്താ പറയുന്നത്? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ നമ്മുടെ രാഷ്ട്രം എന്ത് ചെയ്യണം? പരിശ്രമിക്കണം എന്നാ പറയുന്നത്. ആർട്ടിക്കിൾ 38 എന്താ പറയുന്നത്? 38 രണ്ടാം ഭാഗം, വരുമാനം, പദവി, അവസരങ്ങൾ എന്നിവയിലുള്ള അസമത്വം കുറച്ചു കൊണ്ടുവരിക. അതായത് അസമത്വം എല്ലാ തലത്തിലും കുറച്ചു കൊണ്ടുവരാനാണ് ആർട്ടിക്കിൾ 38 രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് നല്ല ജീവിത നിലവാരം, വേതനം, നല്ല തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പുവരുത്താൻ രാഷ്ട്രം പരിശ്രമിക്കണം. അതായത് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ രാഷ്ട്രം പരിശ്രമിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 43 നൽകുന്നത്. ആർട്ടിക്കിൾ 47 പോഷകാഹാരം, ജീവിത നിലവാരം, പൊതുജനാരോഗ്യം എന്നിവ ഉയർത്താനായിട്ട് രാഷ്ട്രം പരിശ്രമിക്കണം. അതായത് ജനങ്ങളുടെ ക്ഷേമം, അല്ലെ, പോഷകാഹാരമാണെങ്കിലും ജീവിത നിലവാരമാണെങ്കിലും പൊതുജനാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ രാഷ്ട്രം പരിശ്രമിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 47 നൽകുന്നത്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സഹകരണവും കൊണ്ടുവരാനായിട്ട് നമ്മുടെ രാഷ്ട്രം പരിശ്രമിക്കണം എന്നാണ് ആർട്ടിക്കിൾ 51 നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രത്തിന്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങളാണ്, അല്ലെ, ഗവൺമെന്റിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗം. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റീവ്സ് ഷേപ്പിംഗ് ദി പോളിസി ഓഫ് ദി സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്ന നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം. ആർട്ടിക്കിൾ 44 ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഉറപ്പുവരുത്തുക. ഇതൊക്കെ രാഷ്ട്രത്തിന് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ടെന്ന് നോക്കാം, അല്ലേ? അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ പ്രത്യേകത. നിർബന്ധിപ്പിക്കുന്നില്ല, രാഷ്ട്രത്തിന് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാം. ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. ഇനി രണ്ടാമത്തത് ആർട്ടിക്കിൾ 45 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക, അല്ലേ? അതായത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ന് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നില്ലേ? അത് ഇന്നൊരു മൗലികാവകാശമായി മാറി. അപ്പൊ അത് നടപ്പാക്കി തുടങ്ങി. ആർട്ടിക്കിൾ 47 ശ്രദ്ധിക്കുക, മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും നിരോധിക്കുക. ഇതും പൂർണ്ണമായിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ല. ആർട്ടിക്കിൾ 43 ശ്രദ്ധിക്കുക, കുടിൽ വ്യവസായങ്ങളുടെ പുരോഗതി. ഇത് ഗാന്ധിജിയുടെ ഒരു ലക്ഷ്യമാണ്. ഇന്ത്യ ഗ്രാമങ്ങളുടെ നാടാണ്. ഗ്രാമങ്ങളിൽ മെയിനായിട്ട് കുടിൽ വ്യവസായങ്ങളും അതുപോലെ തന്നെ കൃഷിയുമാണ് പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പൊ കുടിൽ വ്യവസായങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു ആശയമാണ്. അതും ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ഇതും നടപ്പാക്കിയിട്ടില്ല, ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കിയെന്ന് മാത്രം. ആർട്ടിക്കിൾ 40 സ്വയംഭരണത്തിനുള്ള യൂണിറ്റുകളായി ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കണം എന്നുള്ളതും ഗാന്ധിജിയുടെ ഒരു ആശയമായിരുന്നു. അതും ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം. ഇതൊക്കെ ഒരു ഗാന്ധിയൻ ആശയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഏത് ഭാഗത്ത് പിന്നുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ 3ാമത്തെ ഭാഗമായിട്ട് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്, അതായത് പൗരന്മാരുടെ നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ്. എന്താണ് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിന്റെ പ്രത്യേകത? അതായത് മൗലിക അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ റൈറ്റ് ആണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിച്ചാൽ അത് പുനഃസ്ഥാപിച്ചു തരും, ഇല്ലേ? പക്ഷെ
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന അവകാശങ്ങൾ കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല, അത് പുനഃസ്ഥാപിച്ച് തരാൻ കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിന്റെ പ്രത്യേകത. അത്തരത്തിലുള്ള ഒരുപാട് അവകാശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ആർട്ടിക്കിൾ 39A ഏറ്റവും കുറഞ്ഞ ജീവിത മാർഗത്തിനുള്ള അവകാശം, അതായത് ഏറ്റവും കുറഞ്ഞത് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 39 പറയുന്നത്. ആർട്ടിക്കിൾ 39D എന്താ പറയുന്നത്? ലിംഗഭേദമില്ലാതെ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, അതായത് ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി നൽകണം എന്നാണ് ആർട്ടിക്കിൾ 39D പറയുന്ന പ്രധാനപ്പെട്ട അവകാശം. ആർട്ടിക്കിൾ 39E പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതായത് സാമ്പത്തികമായിട്ട് ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 39 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 41 ശ്രദ്ധിക്കുക, ജോലി ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 41 മറ്റൊരു കാര്യം, രോഗം, വാർദ്ധക്യം, തൊഴിലില്ലായ്മ എന്നീ സാഹചര്യങ്ങളിൽ പൊതുസഹായം ലഭിക്കുന്നതിനുള്ള അവകാശം. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, കോടതിയെ സമീപിച്ചാൽ നമുക്ക് പുനഃസ്ഥാപിച്ച് തരുന്ന അവകാശങ്ങളല്ല, നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ് ആണ്, വെറും പേപ്പറിൽ ഒതുങ്ങുന്ന അവകാശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 45 കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 45 പറയുന്ന 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നത് മൗലികാവകാശമായിരുന്നില്ല. പക്ഷെ പിന്നീട് ആർട്ടിക്കിൾ 21A അമെൻഡ് ചെയ്ത ആ ഭാഗത്ത് എന്ത് ചെയ്തു? 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് മൗലികാവകാശമായി മാറി, അല്ലേ? അപ്പോൾ ഇന്ന് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു ജസ്റ്റീഷ്യബിൾ റൈറ്റ് ആണ്. പക്ഷേ ആർട്ടിക്കിൾ 45 അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഈ ഒരു അവകാശം മുമ്പ് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അന്ന് അത് മൗലികാവകാശം ആയിരുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരുപാട് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് കോടതിയെ സമീപിച്ചാൽ പുനഃസ്ഥാപിച്ച് നൽകുന്ന അവകാശങ്ങൾ അല്ല എന്നുകൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTI ആക്ട് എന്ന് പറയും, അതായത് വിവരാവകാശ നിയമം. 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു പുതിയ നിയമം പാസ്സാക്കുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുക, ജനങ്ങളുടെ പങ്കാളിത്തം ജനാധിപത്യത്തിൽ ഉറപ്പുവരുത്തുക, ഇതൊക്കെ ആയിരുന്നു എന്തിന്റെ ലക്ഷ്യം? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ലക്ഷ്യം. ഇന്ന് വിവരാവകാശം ഒരു അടിസ്ഥാന അവകാശമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒക്കെ ഇത് മൗലികാവകാശമാണ്. അതായത് നോർവേ, സ്വീഡന്, ഫിൻലാൻഡ് എന്നൊക്കെ പറയുന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ വിവരങ്ങളുടെ സ്വതന്ത്രമായ ഒഴുക്ക് അവകാശമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് RTI ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പ്രത്യേകത. വിവരാവകാശ നിയമം അനുസരിച്ച് ഏതൊരു ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നും, അതായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്നോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനിൽ നിന്നോ വിവരങ്ങൾ അറിയാൻ നമുക്ക് അപേക്ഷ നൽകാം. ഇത്തരത്തിൽ വിവരങ്ങൾ അറിയാൻ നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് ഈ നിയമം പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ഗവൺമെന്റ് ഓഫീസിലും മറ്റുള്ളവർക്ക് നൽകാനുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി, ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ RTI ആക്ട് വന്നതോടുകൂടി ഗവൺമെന്റ് ഓഫീസിൽ നിന്നും പബ്ലിക് അതോറിറ്റിയിൽ നിന്നും നമുക്ക് അറിയാൻ താല്പര്യമുള്ള വിവരങ്ങൾ അറിയാൻ ഒരു അപേക്ഷ നൽകിയാൽ മതി. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി നൽകണം എന്നാണ് ഈ വിവരാവകാശ നിയമം പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. പക്ഷെ ഈ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 13.
ഇതോടുകൂടി 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഇല്ലാതായി. അതായത് 1923 മുതൽ ഗവൺമെന്റ് രേഖകളൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് നൽകാൻ പാടില്ല, അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു നിയമം. ആ നിയമം 2005 വിവരാവകാശ നിയമത്തോടു കൂടി ഇല്ലാതായി എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിവരാവകാശ നിയമം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയും അഴിമതികൾ കുറക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഈ നിയമത്തിന്റെ പ്രോസസ് എങ്ങനെയാണ് എന്നാണ് പറയേണ്ടത്. ഈ നിയമം അനുസരിച്ച് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഒരു PIOയെ നിയമിക്കണം. അതായത് ജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക അവിടെ ഉണ്ടാക്കി. ഇനി ഏതൊരു പൗരനും വിവരങ്ങൾ ആരായാനായി എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ PIOക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ, അതിന്മേൽ ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകി കഴിഞ്ഞാൽ അയാൾ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി നൽകണം എന്നാണ് RTI ആക്ട് പറയുന്നത്. ഇനി ഈ നിയമം അനുസരിച്ച് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ വിവരാവകാശത്തിനുള്ള അപേക്ഷ ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷക്ക് 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാണ് RTI ആക്ട് പറയുന്നത്. ഇനി നമ്മൾ നൽകുന്ന അപേക്ഷയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തേടുന്നതെങ്കിൽ 45 ദിവസത്തെ കാലാവധി നൽകിയിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയാൽ മതി. എന്താണെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ. അതുപോലെ തന്നെ ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആരായുന്നതെങ്കിൽ തീർച്ചയായിട്ടും 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? 48 മണിക്കൂറിനുള്ളിൽ തന്നെ വിവരങ്ങൾ നൽകണം എന്നാണ് ഈ നിയമം പറയുന്നത്. അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ ഇതിനു വേണ്ടി അപേക്ഷ തയ്യാറാക്കൽ എങ്ങനെയാണ്? ഒരു A4 ഷീറ്റിൽ 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് മറുപടി നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്താണ് ബാധ്യസ്ഥരാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഇനി എക്സ്ക്ലൂഷൻസ്, അതായത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ചില സ്ഥാപനങ്ങളെയും ഏജൻസികളെയും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഏജൻസികളെ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളുണ്ട്, അല്ലെ? സെക്യൂരിറ്റി ഏജൻസികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏജൻസികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഏതൊക്കെ ഏജൻസികളെയാണ് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് പരിശോധിച്ചാലോ? RTI ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില ഇന്റലിജൻസ് ഏജൻസികളാണ് ഇന്റലിജൻസ് ബ്യൂറോ, അതായത് IB, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ്, RAW, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചാര സംഘടന, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലേ? അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നമ്മൾ ED എന്ന് പറയുന്ന, അല്ലേ, ഇന്ന് പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഏജൻസികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ RTI ആക്ടിൽ നിന്ന്, വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്ന ചില ഏജൻസികളെ RTI ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏവിയേഷൻ റിസർച്ച് സെന്റർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ്, BSF, CRPF, ITBP, CISF, NSG, ആസാം റൈഫിൾസ്, ലക്ഷദ്വീപ് പോലീസ്. അപ്പോൾ നമ്മുടെ കരസേന ആവട്ടെ, അതുപോലെ തന്നെ നാവികസേന ആവട്ടെ, അതുപോലെ തന്നെ മറ്റു നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഏജൻസികളെ RTI ആക്ടിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അർദ്ധസൈനിക വിഭാഗങ്ങളായ ഒരുപാട് ഏജൻസികളെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഭാഗത്ത്.
BSFും CRPF ഇത്തരത്തിലുള്ള ഒരുപാട് ഏജൻസികളെ പറഞ്ഞല്ലോ, അവരൊക്കെ RTI ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്നതിനേക്കാളും പ്രധാനമാണ് എന്ത്, രാജ്യത്തിന്റെ സുരക്ഷയും അല്ലേ, ഇതൊക്കെ. അപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളെ നമ്മൾ ഏതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്, RTI ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്ന് ഒഴിവാക്കിയത് അല്ലേ. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നാൽ പ്രശ്നമാണ് അല്ലേ. എതിരാളികൾക്ക് രാജ്യത്തെ ആക്രമിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് സൗകര്യമാവും എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളെ ഏതിന്ന് ഒഴിവാക്കിയത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ എക്സ്ക്ലൂഷൻ, അതായത് ചില വിവരങ്ങളെയും RTI ആക്ടിന്റെ പരിധിയിൽ നിന്ന്, വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ വിവരം, അതായത് വിദേശ രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിന്റെ ബന്ധം തകർക്കുന്ന, രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന രീതിയിൽ പുറത്തു വിടാൻ പാടില്ലാത്ത ചില വിവരങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള വിവരങ്ങൾ ഒരിക്കലും RTI ആക്ടിന്റെ പരിധിയിൽ പെടുന്നില്ല. മനസ്സിലായോ? അതായത് അത് രാജ്യത്തിന്റെ സുരക്ഷയും മറ്റു രാജ്യങ്ങളായിട്ടുള്ള ബന്ധത്തെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തൊക്കെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വിടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ RTI ആക്ടിൽ നിന്ന് അങ്ങനത്തെ വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത് വാണിജ്യപരവും അതുപോലെ തന്നെ വ്യാപാരപരവുമായ രഹസ്യങ്ങൾ, അതായത് ട്രേഡ് സീക്രട്ടുകൾ അല്ലേ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ചില രഹസ്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു വിടാൻ പാടില്ല. അത്തരത്തിലുള്ള വിവരങ്ങളും ഏതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, RTI ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും കോടതി നിയമം വഴിയോ അവരുടെ ഉത്തരവ് വഴിയോ പുറത്തു വിടരുതെന്ന് പറഞ്ഞ വിവരങ്ങളും RTI ആക്ടിന്റെ പരിധിക്ക് പുറത്താണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതായത് കോടതി പുറത്ത് വിടരുതെന്ന് പറഞ്ഞ വിവരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, RTI ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടൂല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് ഇന്ത്യയോട് പറഞ്ഞ വിവരങ്ങളും RTI ആക്ടിന്റെ പരിധിയിൽ പെടൂല. നമ്മൾ വിവരാവകാശ അപേക്ഷ കൊടുത്താൽ അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ സുരക്ഷക്കോ ഭീഷണിയാകുന്ന വിവരങ്ങൾ, അതായത് ഒരു വിവരം പുറത്തു വന്നാൽ ഒരാളുടെ ജീവനോ സുരക്ഷക്കോ ഭീഷണിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, വിവരാവകാശ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടൂല. അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും മന്ത്രിസഭ ചർച്ചകളൊക്കെ എന്താണ്, രഹസ്യ സ്വഭാവമുള്ളതാണ്. ചില ക്യാബിനറ്റ് പേപ്പറുകൾ, അതായത് മന്ത്രിസഭ തീരുമാനങ്ങൾ ഉൾപ്പെടുന്ന ചില ക്യാബിനറ്റ് പേപ്പറുകൾ ഒരിക്കലും എന്ത് ചെയ്യൂല, പബ്ലിഷ് ചെയ്യൂല, പുറം ലോകം അറിയാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിക്ക് പുറത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്നും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്.